പ്രിയമുള്ളവരെ, നമ്മൾ ഉണ്ണീശോയെ വരവേൽക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണല്ലോ. ഈ അവസരത്തിൽ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരിക എൻ്റെ കുട്ടിക്കാലത്ത് ഉള്ള ക്രിസ്മസ് കരോളിനെ പറ്റിയാണ് എൻ്റെ ഓർമ്മയിൽ വരിക. ക്രിസ്മസ് ദിവസം അന്ന് 25-ാം തീയതി വൈകുന്നേരം ഒരു ടീം, ഒരു 10-12 പേരുള്ള യുവാക്കൾ അടങ്ങുന്ന ഒരു ടീം നമ്മുടെ ഇടവപ്പള്ളിയിൽ അസംബ്ലി ചെയ്യുകയും അവിടുന്ന് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ ആശീർവാദത്തോടെ ഈ ഒരു ടീം അടങ്ങുന്നത് ഒരു സാന്താക്ലോസ് ഉണ്ടാകും, അതിനോടൊപ്പം ഈ ഒരു മണി കിളിക്കുന്ന ഒരാളുണ്ടാകും, അതുപോലെ അതോടൊപ്പം ചെണ്ട കൊട്ടുന്ന ഒരാളുണ്ടാകും. ഈ ഒരു ടീമിന് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ആശീർവദിച്ച് ഉണ്ണീശോയെ ഇവർക്ക് നൽകി ഇവര് ഒരു 8-8:30 മണിയോടെ, അന്നേ ദിവസം 25-ാം തീയതി വൈകുന്നേരം 8-8:30 മണിയോടെ ഓരോ വീടുകൾ സന്ദർശിക്കാൻ ഇറങ്ങും. അപ്പോൾ ഈ ഒരു മണി കിലുക്കിയും ആയിരിക്കും എല്ലാ വീടുകളും സന്ദർശിക്കുക. അന്നത്തെ കാലത്ത് വെളിച്ചമൊന്നും ഇല്ലാത്ത കാലമായിരുന്നു. അപ്പോൾ അത് കാരണം ചൂട്ടൊക്കെ കത്തിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു ടീമിനോടൊപ്പം പോവുക. അപ്പം ഇങ്ങനെ ഓരോ വീടുകളിലും സന്ദർശിക്കുമ്പോൾ വളരെ ഊഷ്മളതയോടു കൂടിയാണ് ഈ കുടുംബാംഗങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുക. അപ്പോൾ അവിടെ ഈ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഈ ഉണ്ണീശോയെ അവരുടെ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള പീഠത്തിലോ പുൽക്കൂടിലോ അത് പ്രതിഷ്ഠിക്കുന്നു. അവരോടൊപ്പം ഒരു ചെറിയ പ്രാർത്ഥന ചൊല്ലി കുറച്ച് സമയം അവരോടൊപ്പം ചിലവഴിച്ച് അവിടെ നിന്ന് ഞങ്ങൾ മടങ്ങുകയാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. നമുക്കറിയാവുന്ന പോലെ മൂന്നാറിൻ്റെ ഏതാണ്ട് അടിത്തട്ടിൽ നല്ല തണുപ്പുള്ള രാത്രികളായിരുന്നു ഈ 70കളിലെ രാത്രികൾ എന്ന് പറയുന്നത്. വളരെ മനോഹരമായ ഊഷ്മളമായ ഒരു അനുഭവമായിരുന്നു ഈ ഒരു ക്രിസ്മസ് കരോൾ എന്ന് പറയുന്നത്. അതിനുശേഷം ഏതാണ്ട് ഒരു 4 മണിയോടുകൂടിയായിരിക്കും, രാവിലെ ഒരു 4 മണിയോടുകൂടിയായിരിക്കും ഞങ്ങൾ പള്ളിയിൽ തിരിച്ചെത്തുക. അപ്പോൾ തിരിച്ചെത്തി അച്ഛനോട് വിട പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മുടെ പഴയകാല ക്രിസ്മസ് കരോളിൻ്റെ ഊഷ്മളതയും സന്തോഷവും കൂട്ടായ്മയും എല്ലാം നമുക്ക് ഭംഗിയായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാം. എല്ലാവർക്കും ആഗതമാകുന്ന ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ ആശംസിക്കുന്നു.